അവിടേക്ക് പോകുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് പർവ്വതങ്ങളാണ്. അങ്ങനെ ഉള്ള ഏരിയ ആയതുകൊണ്ട് അങ്ങനെ വല്ലാതെ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതോടുകൂടെ ലോകത്തിന്റെ സർവമാന ദിക്കുകളിലും തങ്ങളെ കുറിച്ചുള്ള ചർച്ചയായി. സുബ്ഹാനല്ലാഹ്. അന്ന് കൊട്ടാരങ്ങളെന്നോ അങ്ങാടികളെന്നോ അടുക്കളകളെന്നോ വ്യത്യാസമില്ലാതെ ചർച്ചകൾ അതായപ്പോൾ പിന്നീട് അത് അറിയപ്പെട്ടു തുടങ്ങി എന്നതാണ് ചരിത്രം. ഇരിക്കട്ടെ, നബിതങ്ങളോ 20 ഉപ്പാപ്പമാരുടെ പേര് നമ്മൾ എപ്പോഴും പറയാറുള്ള ആ 20 ഉപ്പാപ്പമാരുടെ പേരും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തആല തങ്ങളെ കുറിച്ച് പഠിക്കുന്നതോടുകൂടെ മഹബത്തിൽ വർധന കിട്ടുന്നതിൽ പെടുത്തുമാറാകട്ടെ. ആദ്യ ഉപ്പാപ്പ മഹാനരാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഏറ്റവും വലിയ ഉപ്പാപ്പ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ പൊന്നുമോന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് അദ്നാൻ. അദ്നാന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് മഅദ്, അതുപോലെ തന്നെ അക്ക്. ഈ മഅദിന് 4 മക്കളാണ് പിന്നീട് ഉണ്ടായത്. അതിലൊട്ട നിസാറിന്റെ പരമ്പരയിലൂടെയാണ് നബിതങ്ങൾ വന്നിട്ടുള്ളത്. നിസാർ എന്നവരുടെ 3 മക്കളിൽ മുളർ എന്ന പ്രിയപ്പെട്ടവരിലൂടെയാണ് നബിതങ്ങൾ വന്നിട്ടുള്ളത്. ആ പ്രിയപ്പെട്ടവർക്ക്